പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സ്റ്റിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റേതായ ചില കൺസെപ്റ്റുകൾ, എൻ്റേതായ കുറച്ച് ഐഡിയാസ്, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോ, ഇപ്പോൾ ഇതിന് മുന്നേ ഇട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ മാത്രമായിരിക്കും അതുകൊണ്ട് ഗുണം. ചില കാര്യങ്ങൾ തട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അത് എവിടെ നിന്നൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണുക. ഇതിനകത്ത് ആ വടി ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമ്പോൾ ആ വടി ഏതൊക്കെ വിധത്തിൽ നമുക്ക് അയാൾക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. നേരെ വീഡിയോയിലേക്ക്. നമ്മൾ വടി ഉപയോഗിക്കുന്ന പൊസിഷനുകളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ വടി ഇങ്ങനെ കുത്തിയാണ് നിൽക്കുക. ക്ലിയർ? കുത്തി നിൽക്കുന്നു. അപ്പോൾ ഈ കുത്തി നിൽക്കുന്നിടത്തു നിന്ന് വടി എങ്ങനെ എടുക്കണം എന്നുള്ളത് പ്രധാനമാണ്. ഇനി വടി നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ വടി എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ വടി നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഇവിടുന്ന് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എതിരാളി എത്രമാത്രം ശക്തനാണ്, എത്രമാത്രം വേഗതയുള്ളവനാണെന്നുള്ളത് അവൻ്റെ പ്രവൃത്തിയിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ആ പ്രവൃത്തിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരാണ് അഭ്യാസം. നേരെ കാണാം. ഇവിടെ വടി എടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, വടി ഇവിടെ നിൽക്കുന്നു. ആദ്യം വരേണ്ടത് നമ്മുടെ ഈ കൈയാണ്. ഇങ്ങനെ വ്യക്തമായി മനസ്സിലായാലും ഇങ്ങോട്ട് തിരിയുമല്ല, ഈ ഇരിക്കുന്ന വടി അനങ്ങരുത്. അനങ്ങിയാൽ എന്ത് പറ്റും? എതിരാളിക്ക് മനസ്സിലാവും നമ്മൾ ചലിക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നുണ്ടോ, ഇതിൽ കണ്ണ് മറയരുത്, കണ്ണ് മറയാൻ പാടില്ല. ഓക്കെ, 1 ചെയ്ത് നമ്മൾ 2 ചെയ്യുന്നുണ്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കയറുമ്പോൾ വടിയിലോട്ട് നോക്കരുത്. ഈ പിടിക്കുന്ന വടിക്ക് നേരെ കയറിയുണ്ട്. ഇത്രയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, കൈ വരുന്നു, ഇതടിക്കുന്നു. ഇനി ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, അടി വന്നു കഴിഞ്ഞുണ്ട്. ഇത്രയും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എതിരാളി വരുന്നേക്കാൾ വേഗത്തിൽ നമുക്ക് അടിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്ന ഒന്നെടുത്തായിരുന്നു. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് മാറി രണ്ടാമത് കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്നതായിട്ട് എടുത്തായിരുന്നു. അതെന്താണെന്ന് പറയലാണ് ഇവിടെ. നമ്മൾ പണ്ട് പറയില്ലേ, ഒന്നിൻ്റെ കൂടെ ഒരു തള്ളൂടെ കൊടുക്കുക എന്ന്. അതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ വടി നേരെ ഗ്രോവിനിട്ടാണ് അടി വരുന്നത്. ഇങ്ങനെ കണ്ടോ? അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ കാലൂടെ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വേഗത കൂടും, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ക്ലിയർ? ഇവിടെ നേരെ തട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒടുവിനെ ലെഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ടോ, കാല് വരുന്നതല്ല. ഇത് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ക്ലിയർ? ഇവിടെ നല്ല വശം വേണം. കാരണം ഈ സ്റ്റിക്ക് ഒരു നിമിഷത്തേക്ക് കയറി നിൽക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ, മനസ്സിലായോ? ഒരു നിമിഷത്തേക്ക് കയറി നിൽക്കുന്നുണ്ടാ, കണ്ടോ? എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുത്തടിക്കുന്നത്. ഒന്നുകൂടെ നോക്കുക. നമ്മളിങ്ങനെ നിൽക്കുന്നു, അടിക്കാൻ വരുമ്പോൾ നമ്മളൊന്ന് കുനിഞ്ഞിട്ട് കണ്ടോ, വടിയെടുത്ത് നേരെ അറ്റാക്ക്. ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള കുറച്ച് തന്ത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാതിരിക്കണം. ഇനി മറ്റൊന്ന്, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റിക്ക് നേരെ തിരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂണ്ടുവിരൽ വളരെ കൃത്യമായിട്ട് നോക്കുക. ചൂണ്ടുവിരൽ ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ കയ്യിൽ നിന്ന് വടി തെന്നാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരിക. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്റ്റിക്ക് കണ്ട് ഇവിടെ കൃത്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു, ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരായം നമുക്ക് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, നോക്കുക. അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഫാസ്റ്റായിട്ട് കയറാനുണ്ട്. ഓക്കെ, ഇവിടെ ചെയ്താൽ നമ്മൾ അടുത്തത് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ വന്നു, നേരെ പോയി ഇവിടെ കുത്തി കണ്ടോ, നമ്മൾ നേരെ തിരിഞ്ഞിട്ട് കണ്ടോ, ഒന്നുകൂടെ കൊടുക്കും. ക്ലിയർ? ഒന്നുകൂടെ പറഞ്ഞാൽ, ഓക്കെ, ഒന്നുകൂടെ ഇവിടുന്ന് വരുന്ന വടി ഇവിടെ കൊടുത്തു, നമ്മൾ ഇങ്ങോട്ട് തിരിയുന്നു, കണ്ടോ? ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാം. ഒന്ന്, രണ്ടാമത് ഇത് മാറി ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നേരെ വന്ന് കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കൊടുത്ത് നമുക്കിങ്ങനെ ഇത് കുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ കുത്താം. ക്ലിയർ? ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സൈഡ് ഒരു വടി എടുക്കുമ്പോൾ നമുക്ക് അറിയാതിരിക്കണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ കൂടെ ആഡ് ചെയ്യുക, ഒരുപാട് ഗുണം ചെയ്യും. അപ്പോഴേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you so much.